ആരെയും സ്ഥിരമായി പിന്തുണയ്ക്കാത്ത മണ്ഡലമാണ് മൂവാറ്റുപുഴ. 1980 മുതൽ 2025 വരെ ഇരു മുന്നണികളെയും മാറി മാറി ജയിപ്പിച്ചിട്ടുള്ള മണ്ഡലവുമാണ് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ ആർക്കും രാഷ്ട്രീയ കുത്തക അവകാശപ്പെടാൻ കഴിയില്ല. 80-ലും 82-ലും മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ച വി ജോസഫിനെ 87-ൽ ഇടത് സ്വതന്ത്രനായ ഡോക്ടർ AV ഐസക് പരാജയപ്പെടുത്തി. 91-ലും 96-ലും 2001-ലും വിജയിച്ച ജോണി നെല്ലൂരിനെ തോൽപ്പിച്ച് 2006-ൽ ബാബു പോൾ മണ്ഡലം തിരിച്ചുപിടിച്ചു. 65-നു ശേഷം മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന്റെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച ജോസഫ് വാഴയ്ക്കൻ 2011-ൽ വിജയം നേടി. 2016-ൽ അതേ ജോസഫ് വാഴയ്ക്കൻ എൽദോ എബ്രഹാമിനോട് പരാജയപ്പെട്ടു. 2021-ൽ മാത്യു കുഴൽനാടനിലൂടെ മണ്ഡലം UDF നേടി. ആരെയും അങ്ങനെ കൈവിട്ട് വളർത്തുന്ന സ്വഭാവമോ വാഴ്ത്തുന്ന ചരിത്രമോ മൂവാറ്റുപുഴയ്ക്കില്ല. ഇപ്പോൾ മാത്യു കുഴൽനാടനും N അരുണും മുഖത്തോട് മുഖം വരുമ്പോൾ ഇരു പാർട്ടികളുടെയും ശക്തരായ 2 യുവ നേതാക്കൾ, അവരവരുടെ മേഖലയിൽ കരുത്തു തെളിയിച്ചവർ. തുല്യശക്തികളുടെ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. പ്രവചനങ്ങൾക്കൊന്നും സാധ്യതയില്ല. ജോസഫ് വാഴയ്ക്കൻ എന്ന അതികായനെ വീഴ്ത്തിയ എൽദോ എബ്രഹാമിനെ ഈ അവസരത്തിൽ ഓർക്കുന്നു. BJPക്ക് കേരളത്തിൽ ഇന്നുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് നേടാൻ കഴിയാത്ത അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് മൂവാറ്റുപുഴ.